കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് $4,709 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ $4,614 പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട്. ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന US തൊഴിൽ റിപ്പോർട്ട് വിപണിക്ക് വളരെ പ്രധാനമാണ്. ഇപ്പോൾ തങ്കവില ഗ്രാമിന് 14,980 രൂപയിലാണ് എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയുടെ തുടക്കത്തിൽ കേരളത്തിൽ സ്വർണ്ണവില പവന് 1,12,960 രൂപയായിരുന്നു. എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം. ഇന്ന് വിലമാറ്റം ഇല്ല. ഇന്ന് 3/5/2026 പവന് 1,10,1680, ഗ്രാമിന് 13,835. വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ 50% വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും 46% എസ്റ്റേറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ 31%, 30% സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു. 19%, 24% ന്യൂട്രലായി തുടരുകയും ചെയ്തു. വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും നേരിയ ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. സമാധാന ചർച്ചകൾക്കിടയിൽ ഇറാനെ വീണ്ടും ആക്രമിച്ചേക്കുമെന്ന പ്രസ്താവന അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ സമാധാനത്തിനും യുദ്ധത്തിനും തങ്ങൾ തയ്യാറാണെന്ന് ഇറാൻ പ്രസ്താവിക്കുന്നു. ഇറാൻ US സമാധാന ചർച്ചകളിലേക്കും ഈ ആഴ്ചയിൽ വരാനിരിക്കുന്ന US തൊഴിൽ റിപ്പോർട്ടിലേക്കുമാണ് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വർണം അടുത്ത സമയത്ത് ഇനിയും ദുർബലമായി കാണപ്പെട്ടേക്കാം. പക്ഷേ മൊത്തത്തിലുള്ള ചിത്രം മാറിയിട്ടില്ല. എണ്ണവിലയിലും പണപ്പെരുപ്പത്തിലും സ്വർണം തങ്ങി നിൽക്കുന്നുവെങ്കിലും ഈ ഇടിവുകൾക്ക് ശേഷം സ്വർണം ശക്തമായി തിരിച്ചുവരവ് നടത്തിയേക്കും. നിലവിലെ യുദ്ധം താൽക്കാലികമായെങ്കിലും വൈകാതെ അവസാനിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.